എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭയത്തിൻ്റെ സ്പിരിറ്റ്. ഓർക്ക് ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് ഈ ഭയം നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് ഒരു പൈശാചികമായ ഒരു പിശാചിൻ്റെ ഒരു ആയുധമാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഓർക്കുക, ഭയം നമ്മളുടെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾ പൊതുവെ എന്തായിത്തീരും, നമ്മൾ നിശ്ചലരായിത്തീരും അല്ലേ. നമ്മളല്ലെങ്കിൽ ഒന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഈ ഭയം കൊണ്ടിടുന്നതിലൂടെ പിശാച് കൈവരിക്കുന്ന നേട്ടം. ഓക്കെ, അപ്പോൾ ഈ ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാതിരിക്കുക അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾക്കൊന്ന് മുൻപോട്ട് വെക്കണമെങ്കിലൊക്കെ ഒരു ഭയം, എല്ലാ കാര്യത്തിനും ഒരു ഭയം നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ. ആ ഒരു ലെവലിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് എന്ത്, ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് ഓർക്കുക, അത് വളരെ ഡേഞ്ചറാണ് ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അറിയാം. എന്ത്, ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡേഞ്ചറാണെന്നറിയാം. ഓർക്കുക, ഈ ഭയം നമ്മളുടെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾക്ക് ഭയം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ വരും, നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരും, നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും. പൊതുവേ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകും, നിരാശയിലേക്ക് പോകും. നിരാശയിലേക്ക് പോയി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, പിശാചിന് നമ്മളെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാൻ കഴിയും എന്ന് മാത്രമല്ല, എന്താ പറയുക, നമ്മളെ തകർത്ത് കളയുവാൻ ഈ പിശാചിന് കഴിയും. അപ്പോൾ ഓർക്കുക, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭയം നമ്മളുടെ ഉള്ളിൽ കടന്നു വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ ഓർക്കുക, ദൈവത്തോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലേ എന്തുണ്ടാകുള്ളൂ, നമ്മൾക്ക് ഭയമില്ലാതിരിക്കത്തുള്ളൂ, നമ്മൾക്ക് ധൈര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എന്താ പറയുക, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്നൊരു വാക്ക് വചനത്തിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഈ ധൈര്യത്തിന് എന്തുണ്ട്, മഹാപ്രതിഫലമുണ്ട് എന്നാണ് നമ്മളുടെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓർക്കുക, നമ്മളുടെ ബൈബിളിൽ 365 പ്രാവശ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട. ഈ ഭയത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് 365 പ്രാവശ്യമുണ്ട് എന്നാണ് വചന പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 365 പ്രാവശ്യം ദൈവം ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ കാരണം എന്താണ്, നമ്മളോട് അത് റിപ്പീറ്റ് ചെയ്യുവാൻ കാരണം എന്താണ്, ഈ ഭയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. ഓർക്കുക, നമ്മളുടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു. ഓർക്കുക, അപ്പോൾ നമ്മൾക്ക് ഈ ഭയം, എന്തിനെക്കുറിച്ചെങ്കിലുമുള്ളൊരു ഭയം നമ്മളുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് എന്ത് സംഭവിക്കും, അത് തന്നെ നമ്മൾക്ക് സംഭവിക്കുവാൻ ഇടയായിത്തീരും. ഈ ആത്മമേഖല എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ ദൈവത്തിൻ്റെ ആത്മാവും ദുരാത്മാവും തമ്മിലുള്ളൊരു ഫൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിന് കീഴടങ്ങുകയും വേണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു ഫലങ്ങൾ, ആ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റുകൾ നമ്മൾ സ്വീകരിക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലോട്ട് എടുത്തിയാലും രോഗത്തെക്കുറിച്ചുള്ളൊരു ഭയം അല്ലേ. നമ്മൾക്ക് ഇന്ന രോഗം വരുമോ, വേണ്ടപ്പോൾ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഒരാൾക്കൊരു മാരക രോഗം ഉണ്ടായാൽ മതി, ഉടനെ നമ്മളുടെ ഉള്ളിലേക്ക് ആ ഒരു ഭയം അങ്ങ് കടന്നു വരും അല്ലേ. അയ്യോ, ആ രോഗം എനിക്കും വരുമോ, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർക്ക് വരുമോ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വരുമോ, എൻ്റെ തലമുറകൾക്ക് വരുമോ, എൻ്റെ പേരൻസിന് വരുമോ എന്നൊക്കെയുള്ളൊരു വല്ലാത്ത ഭയം നമ്മളിലേക്ക് കടന്നു കൂടുവാൻ ഇടയായിത്തീരും. അത് എന്താണ് ചെയ്യുന്നത്, അത് നമ്മളെ നശിപ്പിച്ചു കളയും. ഓർക്ക്, ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് എന്താണ്, പ്രാർത്ഥനയാണല്ലേ. അപ്പോൾ ഈ ഭയം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ, നമ്മൾ നിരാശയിലേക്ക് കടന്നു പോകും. അപ്പോൾ ഈ നിരാശയിലോട്ടൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിയുമ്പോഴാണ് പിശാച് നമ്മളുടെ മേൽ ജയമെടുക്കുവാൻ തുടങ്ങുന്നത്. ഓക്കെ, അവൻ നമ്മളുടെ മേൽ ജയിക്കുവാൻ തുടങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളോട് എന്ത് പറയുന്നത്, നമ്മളോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് അപ്പസ്തോലന്മാരായാലും ദൈവമായാലും ഒക്കെ നമ്മളോട് ഇങ്ങനെ തിരുവചനത്തിലൂടെ നമ്മൾ എന്താ പറയുക, ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്, നമ്മളുടെ പ്രാർത്ഥന കുറഞ്ഞു പോകാതെ. അതാണ് ശത്രുവിനെതിരെയുള്ള നമ്മളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എന്താണ്, പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിശാചിന് പെട്ടെന്ന് നമ്മളെ അടിമപ്പെടുത്തി കഴിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഭയം നമ്മളുടെ ഉള്ളിലോട്ട് കടന്നു വരാതെ നമ്മൾ നോക്കുക.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ് അല്ലേ. ഭയമൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഈ ഭയം നമ്മളുടെ ഉള്ളിൽ കടന്നു വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ ആ ഭയത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുവാൻ തുടങ്ങണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭയത്തിനെതിരെ പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾക്ക്, അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിക്കെതിരെ പോരാടുവാൻ നമ്മളുടെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ വചനമുണ്ടല്ലേ. വചനം എന്താണ്? ഇരുവായുത്തലുള്ള മൂർച്ചയേറിയ വാളാണ്. അപ്പോൾ ഈ വചനം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭയം നമ്മുടെ ഉള്ളിൽ കടന്നു കൂടുമ്പോഴത്തേക്കും ഈ വചനം എടുത്ത് നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യണം. ഓക്കെ, ഈ വചനത്തിൽ നമ്മുടെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓർക്കുക, നമ്മൾ നീതിയോടെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ വാക്കുകളൊക്കെ നീതിയോടുകൂടെ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നെങ്കിൽ ഓർക്കുക, എന്താണ്? നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഓക്കെ, നമ്മൾ വേണ്ടാത്ത കുരുത്തക്കേടിനകത്തൊക്കെ ചെന്ന് പെട്ടിട്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ അതിനകത്തുനിന്ന് മുക്തി നേടണം. അല്ലാതെ ആ ഒരു ഇതിനകത്ത് തന്നെ നമ്മളുടെ ഒരു കറക്ഷൻ നമ്മളുടെ ജീവിതത്തിൽ വരുത്താതെ നമ്മൾ അതിനകത്ത് തന്നെ തുടർന്നിട്ട് ആ ഒരു ഭയം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, നമ്മളുടെ ഒരു പാപത്തെക്കുറിച്ചുള്ള ഭയം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്കതിനകത്തുനിന്ന് മുക്തി നേടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് ചെയ്യണം, നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. എന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുക. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ദൈവം നമ്മളോട് കൂടെ നിൽക്കും അല്ലേ. അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം സകലത്തിന് മതിയായവൻ, സകലവും അറിയുന്നവൻ, സകലതും സൃഷ്ടിച്ചവനാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ആ ദൈവം തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമല്ല, വേറൊരു വ്യക്തികളോ ശക്തികളോ ഒന്നുമല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതാരാണ്? നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്ത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിൻ്റെ ശക്തി ചോർന്നു പോകും അല്ലേ. നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശക്തി ചോർന്നു പോകും. അപ്പോൾ ആ സമയത്ത് എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ ഭയപ്പെട്ട് നിൻ്റെ ശക്തി ചോരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ ശക്തി ഞാൻ നിൻ്റെ മേൽ പകരും. ഓക്കെ, പിന്നെ അടുത്ത് തന്നെ നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാ. എന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവമാണ് ഞാൻ, അല്ലാതെ വേറൊരു സാധാ വ്യക്തിയൊന്നും അല്ല ഞാൻ ദൈവമാണ്. അതുകൊണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ വേറെ ആരുമല്ല. ഞാൻ ആരാണ്? ഞാൻ നിൻ്റെ ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ, സകലത്തെയും ഒരൊറ്റ വാക്കിനാൽ നിർത്തേണ്ടടുത്ത് നിർത്തുവാൻ കഴിയുന്ന ദൈവമാണ് ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? നീ ഭ്രമിച്ചു നോക്കണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള വലം കൈ നമ്മളെ താങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിൽ എന്തുണ്ടായിരിക്കണം? നീതി ഉണ്ടായിരിക്കണം. നമ്മൾ നീതികേട് കാണിച്ചിട്ട് ദൈവത്തിൻ്റെ എന്താ പറയുക, ആ നീതിയുള്ള കരം നമ്മളെ താങ്ങുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മളുടെ പാതകൾ, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ നീതിയോടെയാണ് എങ്കിൽ നമ്മൾ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ദൈവത്തിൻ്റെ നീതിയുള്ള വലംകരം നമ്മളെ താങ്ങുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓർക്കുക, നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലേ. നമ്മളുടെ ദൈവം നമ്മളുടെ ഫ്യൂച്ചർ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഇന്നലകളെ ദൈവത്തിനറിയാം, നമ്മളുടെ ഇന്നുകളെ ദൈവത്തിനറിയാം, നമ്മളുടെ നാളുകളെയും ഒക്കെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ. വിളിച്ചിറക്കിയിരിക്കുന്ന ദൈവം എന്താണ്? പാതി വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല. അപ്പോൾ ആ ദൈവം നമ്മളെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവം അല്ല എന്ന് നമ്മൾ എന്തറിയണം? നമ്മളത് തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ആത്മീയ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ എല്ലാം തകർത്ത് കളയുവാൻ പറ്റുന്ന ഒരു സ്പിരിറ്റാണ് എന്ത്? ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ഇന്ന് പലരും, അതായത് നമ്മൾക്കറിയാം, നമ്മളുടെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എടുത്താൽ തന്നെ പലരും നമ്മളെ ഭയപ്പെടുത്താറുണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, അവരുടെ എന്താ പറയുക തെറ്റുകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഗുണ്ടകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അവരൊക്കെ എന്താ ചെയ്യണത്? അവർ ഭയപ്പെടുത്തുക ചെയ്യുന്നത്. വാക്കുകൾ കൊണ്ടങ്ങ് ഭയപ്പെടുത്തവർ. ഏട്ടാ, നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യും, നീ എനിക്കെതിരെ പറഞ്ഞാൽ ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ
ആത്മീയ ഗോളത്തിലോട്ട് എടുത്താലും ഇങ്ങനെ തന്നെയാണ്. ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ ഇങ്ങനെ തന്നെയാണ്, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ ട്രിക്ക് അറിയാം. ഈ ഭയം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഉള്ളിലോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവനെ നിശ്ചലമാക്കുവാൻ കഴിയുമെന്നും ആത്മീയ നേതൃത്വങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട്, വിശ്വാസികളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ടല്ലേ. കാരണം അവർ പറയുന്നത് എന്താണ്? അവരുടെ തെറ്റിനെ, അവരുടെ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ നമ്മൾ ചോദ്യം ചെയ്താൽ, അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്നത് എന്താണ്? അഭിഷിക്തന്മാർക്കെതിരെ പറയരുത്, ദൈവദാസന്മാർക്കെതിരെ പറയരുത്, ഞങ്ങൾക്കെതിരെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്കെതിരെ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറ നശിച്ചു പോകും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും അല്ലേ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്താകും? നമ്മൾക്ക് ഭയമുണ്ടാകും. ഭയം ഉണ്ടായിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിലേക്ക് നിരാശ വരും. നിരാശ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വരും. പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർ പറഞ്ഞിരിക്കുന്ന ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മളെ കീഴ്പ്പെടുത്തി കളയുവാൻ ഇടയായിത്തരും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? അപ്പോൾ ഇവർ വിചാരിക്കും നമ്മൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചു കഴിയുമ്പോൾ ഇവർ പറയും, കണ്ടോ ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടാണെന്ന്. പക്ഷേ അത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അത് സംഭവിച്ചത് ഈ ഒരു ഭയത്തിൻ്റെ സ്പിരിറ്റ് ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോഴേ നമ്മൾ തിരിച്ചറിഞ്ഞോണം എന്താണ് ഇവരുടെ ലക്ഷ്യം. എന്താണ്? നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ആ ഭയത്തിൻ്റെ സ്പിരിറ്റിനെ നമ്മളുടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. ഇങ്ങനെയുള്ള ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ ഈ ഭയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവർ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് എന്നുള്ള നമ്മളുടെ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഓക്കെ, അതൊന്നും കേട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നീതിയോടെയാണെങ്കിൽ, നമ്മൾ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ശാപവും നമ്മൾക്ക് ഭവിക്കത്തില്ല, ഒരു ഭയത്തിൻ്റെ വാക്കുകളും നമ്മളെ ഏഷത്തില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? തെറ്റ് കണ്ടാൽ അത് തിരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. അത് ആത്മീയ നേതൃത്വത്തിലാണെങ്കിലും അത് സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തുവാൻ തയ്യാറാകണം. നമ്മളത് മുഖത്ത് നോക്കി പറയുവാൻ തയ്യാറാകണം. അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ ദൈവത്തിന് വേണ്ടി എരിവുള്ളവരും ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ശുഷ്കാന്തി ഉള്ളവരും ഒക്കെ ആയി ദൈവം നമ്മളെ കണക്കിടുമെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, ആരും അങ്ങനെ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയുള്ള ഈ ഭയത്തിൻ്റെ വാക്കുകൾ നമ്മൾക്കെതിരെ പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്താണ് സംഭവിക്കുന്നത്? ആ ഭയം നമ്മളുടെ ഉള്ളിലേക്ക് കടത്തിവിടും. അത് ആത്മീയത്തിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും അങ്ങനെയാണ് അല്ലേ. ഭൗതികത്തിലാണെങ്കിലും ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കിയാൽ അവരും എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയക്കാരുടെ അവരുടെ നേരായ വഴികളെ അല്ലാത്തതെക്കുറിച്ച് ആരെങ്കിലും പ്രതികരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ ഉടനെ അവർക്കെതിരെ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കും, അവരെ ജയിലിൽ കൊണ്ടിടും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഭയം വരുത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാണുന്നവർക്ക് ഭയം വരണം. ഭയം വന്നിട്ട് ആരും പ്രതികരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ട്രിക്കുകളൊക്കെ പ്രയോഗിക്കുന്നത്. ഓർക്കുക, നമ്മൾ എന്ത് ചെയ്യണം? പക്ഷേ നമ്മൾ എന്തിന് നിൽക്കണം? നമ്മൾ സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ നമ്മൾ നിൽക്കാവുള്ളൂ. നമ്മളും നീതിയിലായിരിക്കണം. നമ്മൾ സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നവരായിരിക്കണം. ഓക്കെ, അങ്ങനെ ആയിക്കഴിയുമ്പോൾ എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത്? എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണം. തെറ്റ് കണ്ടാൽ നമ്മളതിനെ ചൂണ്ടിക്കാണിക്കുവാനൊക്കെ നമ്മൾ തയ്യാറാകണം. അതിനൊന്നും നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നീതിയുള്ള വലം കൈ കൊണ്ട് നമ്മളെ താങ്ങുന്ന ഒരു ദൈവമാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലേ. ദൈവത്തിൻ്റെ വചനത്തിൽ റിപ്പീറ്റഡ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഭയപ്പെടേണ്ട. നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഫ്യൂച്ചറൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിൽ എന്താണ്? ഭദ്രമാണ്. അത് നമ്മൾ ആ ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുവാൻ, ദൈവത്തിൻ്റെ പ്ലാൻ തിരിച്ചറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ നമ്മളുടെ ഫ്യൂച്ചറും ഒക്കെ എന്താണ്? ദൈവത്തിൻ്റെ കരത്തിൽ എന്താണ്? ഭദ്രമാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടല്ലേ, അവിടെയും എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കുട്ടികളിലേക്ക് എന്ത് വരും? ഭയം വരും. ഞാൻ ജയിക്കുമോ? എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ? എന്നൊക്കെയുള്ളൊരു ഭയം ഇവരുടെ ഉള്ളിലോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളായിട്ടിരിക്കുന്നവരും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളുടെ കടമ നമ്മൾ ചെയ്യണം. നമ്മൾ നന്നായി പഠിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്താകും? ദൈവം നമ്മളോട് കൂടി ഇരുന്ന് നമ്മളുടെ ഭയത്തെ എടുത്തു മാറ്റി എക്സാമിനൊക്കെ നല്ല വിജയം നമ്മൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. അല്ലാതെ നമ്മൾ പഠിക്കാതിരുന്നിട്ട് ജയം തരുന്ന ദൈവമല്ല എന്നും കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, അതുപോലെ നമ്മളുടെ ജോലി മേഖലകളിൽ നിന്ന് നമ്മൾ ഭയപ്പെടുന്നവരാണ് അല്ലേ. നമ്മളുടെ ജോലി ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ഫേമിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് IT മേഖലകളിലൊക്കെ ആണെങ്കിൽ ഒരു വല്ലാത്ത ഭയം അവരെ പിന്തുടരുന്നുണ്ട്. കാരണം ഇന്ന് IT മേഖലകളിലൊക്കെ പലരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജോലി സാധ്യതകൾ ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? അവർ പുതിയ ടെക്നോളജികൾ വികസിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പുതിയ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവരുടെ കയ്യിലോട്ട് ചെറിയ സാലറിക്ക് അവർക്ക് ജോലി കൊടുക്കുക, എന്നിട്ട് പഴയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ
പറഞ്ഞു വിടുക. ഇതൊക്കെ ഇന്ന് IT മേഖലകളിലും ഇതുപോലുള്ള പ്രൈവറ്റ് ഫേമുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്, ഒരു ഭയം നമ്മളുടെ ഉള്ളിലേക്ക് വരും. എങ്ങനെയാണ് എൻ്റെ ജോലി നഷ്ടമാകുകയോ, എൻ്റെ ജോലി നഷ്ടമായി പോവുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ ഭയം നമ്മളുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ, ജോലിയിൽ നമ്മൾക്ക് നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും, ജോലി നമ്മൾക്ക് നന്നായി ചെയ്യുവാൻ കഴിയാതെ വരും. അപ്പോൾ എന്താകും, നമ്മൾക്കൊരു നെഗറ്റീവ് മാർക്ക് അവിടെ വീഴും. അപ്പോൾ അവർ നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാൻ ഇടയായിത്തരും. അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു ഭയം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജോലിയിൽ ശ്രദ്ധയില്ലാതാകുമ്പോൾ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അത് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയുക, ജോലി ദൈവമാണ് തന്നതെങ്കിൽ ആ ദൈവം തീരുമാനിക്കും ആ ജോലി എപ്പം പോകണമെന്ന്. ഇനി അഥവാ ആ ജോലി പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, ദൈവം അതിലും ശ്രേഷ്ഠമായി ഒന്ന് നമ്മൾക്ക് വേണ്ടി നല്ലതൊന്ന് ഒരുക്കി വെച്ചിട്ട് നമ്മളുടെ ഈ ജോലി പോകത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെയും ഇവിടെയും രോഗങ്ങളെക്കുറിച്ചുള്ളതെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, എന്താ പറയുക, ഈ കൊറോണ വന്നു അല്ലേ, കൊറോണ നമ്മളുടെ ഒക്കെ ലോകത്തെ ഇങ്ങനെ വല്ലാതെ പിടിച്ചു കുലുക്കി അല്ലേ. ഇന്നും നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നില്ലേ, നമ്മൾ ഭയപ്പെട്ട് നമ്മൾ ഒത്തിരി അല്ലേ, നമ്മൾ ഭയപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളെ സൂക്ഷിച്ചതാരാ, നമ്മളുടെ കഴിവ് കൊണ്ടാണോ, നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണോ? ഒന്നുമല്ല. നമ്മളെ സൂക്ഷിച്ചതാരാ, ദൈവമാണ് നമ്മളെ സൂക്ഷിച്ചത്. ദൈവമാണ് നമ്മൾക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മളെ ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് രോഗത്തെക്കുറിച്ചുള്ളൊരു ഭയം വേണ്ട. രോഗം വന്നാൽ തന്നെ അതിനെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളത് ഓർക്കുക. ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ നമ്മൾ ഓർക്കുക, ഭയം നമ്മളുടെ ഉള്ളിലേക്ക് കടക്കാതെ നമ്മൾ നോക്കണം. ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ഭയത്തിൻ്റെ സ്പിരിറ്റ് നമ്മളെ കീഴടക്കി കളയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും നമ്മളെ ഭയപ്പെടുത്തുന്നത്. ആത്മീയ നേതൃത്വത്തിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുവാൻ കാരണം ഈ സ്പിരിറ്റിനെ നമ്മളുടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് അവർ ഈ ഭയപ്പെടുത്തുകയിലൂടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ നിമിഷം തന്നെ അതിനെ നമ്മൾ അപ്പം തന്നെ ശാസിച്ച് അതിനെ അകറ്റിക്കളഞ്ഞോണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും, നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടത്തിലുണ്ട്. നമ്മളെ കൈവിടാത്തൊരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. നമ്മളും നീതിയായിരിക്കുക. ആ നീതിയുള്ള ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ കൂടത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അതുകൊണ്ട് ഈ ഭയം നമ്മളുടെ ഉള്ളിലേക്ക് കടക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭയം നമ്മളുടെ ഉള്ളിലേക്ക് കടക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അതിനെ നമ്മൾ ശാസിച്ച് അതിനെ അകറ്റിക്കളയണം. ഓക്കെ, അതിനെ നമ്മൾ വചനം പറഞ്ഞ് റിപ്പീറ്റായിട്ട് നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, വചനം എന്താണ്, ഇരുവായ്ത്തലുള്ള മൂർച്ചേറിയ വാളാണ്. എന്ന് വെച്ചാൽ ഭയത്തിൻ്റെ സ്പിരിറ്റിനെ വെട്ടുവാൻ പറ്റുന്ന ഒരായുധമാണ് എന്ത്, വചനം. അതിന് ആ വചനം എടുത്ത് നമ്മൾ പ്രയോഗിക്കണം. ഓക്കെ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് അല്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മൾ ഈ ഭയം എവിടെയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നു. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ദൈവത്തിൻ്റെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു വചനം നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാവും, ഭയത്തിൻ്റെ സ്പിരിറ്റ് അവിടെ ആത്മയുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളത് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഭയത്തിൻ്റെ സ്പിരിറ്റിനെ ആ വചനം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വചനം റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് ഈ ഭയത്തിൻ്റെ സ്പിരിറ്റിനെ നമ്മൾ എന്നേക്കുമായിട്ട് അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. ഓക്കെ, അത് നമ്മളെ തകർക്കുന്ന ഒരു സ്പിരിറ്റാണ്. അതുകൊണ്ട് അതിനെ വെട്ടിക്കളയുവാൻ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ സന്നദ്ധരായിരിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം. ആ ഒരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞൊരു ദൈവമാണ് നമ്മളുടെ ദൈവം. ഓക്കെ, ആ ഒരു ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തെ നമ്മൾ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ശ്രമിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.